അപ്പം എൻ്റെ മൂത്ത മോള് ഇപ്പം നിന്നവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലാവും. സത്യം പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി, ഒറ്റ വട്ടം പറഞ്ഞത് ഞാൻ വാങ്ങിക്കൊടുക്കും. കൊമ്പങ്കാട്ട് കോയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. സോഷ്യൽ മീഡിയയിൽ കോമഡി കണ്ടന്റുകൾ ചെയ്ത് ജനഹൃദയങ്ങളിൽ കയറി പറ്റിയ ഒരാളാണ് ഈ പറയുന്ന കൊമ്പങ്കാട്ട് കോയ. ലാലാ മലപ്പുറം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ID. യഥാർത്ഥ പേര് അബ്ദുൽ കരീം എന്നാണ്. പക്ഷെ ഇദ്ദേഹം പരക്കെ അറിയപ്പെട്ടത് ഇദ്ദേഹം ചെയ്ത് ഹിറ്റാക്കിയ കൊമ്പങ്കാട്ട് കോയ എന്ന കഥാപാത്രത്തിലൂടെയാണ്. കൊമ്പങ്കാട്ട് കോയ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പാർട്ണറായിട്ട് നസീർ അവതരിപ്പിക്കുന്ന കൊമ്പങ്കാട്ട് കുഞ്ഞുവും ഇപ്പൊ ഭയങ്കര ഹിറ്റാണ്. ഇവരുടെ ഒരു വീഡിയോ എങ്കിലും കാണാത്ത മലയാളികൾ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ. എല്ലാതരം ആളുകൾക്കും ഇവരുടെ വീഡിയോകൾ ഇഷ്ടമാവുമോ എന്ന് അറിയില്ല. പക്ഷെ കുട്ടികൾക്ക് കൊമ്പങ്കാട്ട് കോയ എന്ന് പറഞ്ഞാൽ ജീവനാണ്. കുട്ടികളാണ് ഇവരുടെ ഏറ്റവും വലിയ ആരാധക കൂട്ടം എന്ന് തോന്നുന്നു. ഞാൻ ഇവരെ കുറിച്ച് അറിയുന്ന എന്റെ വീട്ടിലെ കുട്ടികളിൽ നിന്നാണ്. ചെറിയ കുട്ടികൾക്കിടയിൽ വരെ കൊമ്പങ്കാട്ട് കോയ ഫെമിലിയർ ആണ്. ഇവരുടെ വീഡിയോകളൊക്കെ കണ്ട് കുട്ടികൾ ചിരിക്കുന്ന ചിരി കാണണം. മലപ്പുറം സ്ലാങ്ങിലുള്ള കണ്ടന്റുകൾ ആയതുകൊണ്ട് തന്നെ മലബാറിന് അപ്പുറത്തേക്ക് ഇവർ എത്രത്തോളം അറിയപ്പെടുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും ഒരുവിധ ആളുകളെങ്കിലും കൊമ്പങ്കാട്ട് കോയ എന്ന് കേട്ടിട്ടെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കേൾക്കാത്തവർ ജസ്റ്റ് ഒന്ന് നിശ്ചയെടുത്ത് അവരുടെ പേര് സെർച്ച് ചെയ്താൽ മതി, ഇഷ്ടംപോലെ വീഡിയോകൾ കാണാൻ പറ്റും. എന്തായാലും കൊമ്പങ്കാട്ട് കോയെ കുറിച്ച് ഞാൻ ഇത്രയും സമയം സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ കൊമ്പങ്കാട്ട് കോയ എന്ന് അറിയപ്പെടുന്ന ലാലാ മലപ്പുറത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. സൈന സൗത്ത് പ്ലസിൽ വന്ന ഇന്റർവ്യൂവിന്റെ അവസാനത്തിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. സെറിബ്രൽ പാൾസി ബാധിച്ച അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് വിതുമ്പിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് കേട്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകുമെന്നുള്ളതാണ്. അത്രയും ഹേർട്ട് ടച്ചിങ് ആയിട്ടാണ് ഇദ്ദേഹം മകളെ കുറിച്ച് സംസാരിച്ചത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. നമുക്ക് എന്തായാലും ആ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ അവസാന ഭാഗം ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് 2 മക്കളാണ്, ഒന്ന് ഷിഫ്ന, ഒന്ന് സിയാന. അപ്പം എൻ്റെ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല, മദ്രസക്ക് പോകണില്ല, പഠിക്കൂല, ഇപ്പം നിന്നവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലാവും. സത്യം പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസബിലിറ്റി കുട്ടിയാണ് മൂത്ത മോള്. അപ്പോൾ ഇന്നവരെ എന്നെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. എനിക്ക് ഒരു ദിവസം വീഡിയോയിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ, അതിനൊരു മറുപടി ഞാൻ പറഞ്ഞത്. ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി, ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഒരു വട്ടം പറഞ്ഞാൽ മതി, ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിക്കൊടുക്കും. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം തന്നെ മകളെ കുറിച്ച് ആദ്യമായി ഈ വാക്കുകൾ പറയുന്നത് കേട്ടപ്പോൾ ഞാനും അറിയാതെ കരഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ വീടുകൾ സെറിബ്രൽ പാൾസി പോലുള്ള ഡിസബിലിറ്റി ബാധിച്ച കുട്ടികൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ദുഃഖവും ബുദ്ധിമുട്ടും ഒക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരിക്കും. നമ്മുടെ കുട്ടിയുടെ പ്രായത്തിലുള്ള അതേ കുട്ടികൾ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടി ഒന്ന് വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ, ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെ, പരസഹായമില്ലാതെ യാതൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കേണ്ടി വരുന്നത് കാണേണ്ടി വരുന്ന അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ലാലയ്ക്കുന്ന എല്ലാം ഉണ്ട്, പണത്തിന് പണം, പ്രശസ്തിക്ക് പ്രശസ്തി, മനോഹരമായിട്ടുള്ള ഒരു വീട്. അങ്ങനെ ഒരു ശരാശരി മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും സ്വന്തം പ്രയത്നം കൊണ്ട് ലാല നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും എന്താ കാര്യം? ഇദ്ദേഹത്തിന് ഒരിക്കലെങ്കിലും എല്ലാം മറന്ന് പൂർണ്ണ സന്തോഷവാനായി ഇരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. സ്വന്തം മകളുടെ ഓർമ്മകൾ ഇദ്ദേഹത്തെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞിന് വയ്യായിക ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതിന് ദുഃഖം ഒരിക്കലും ആവുകയില്ല. അതങ്ങനെയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടില്ലേ? സ്വന്തം മകളൊന്ന് ഉപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കണം, അത്രയേ ഉള്ളൂ. ആലോചിക്കുമ്പോൾ ഒത്തിരി ചെറിയ കാര്യമാണ് അതിലെ. സ്വന്തം മകളിൽ നിന്നും ഉപ്പ എന്ന വിളി കേൾക്കുക എന്നത് സാധാരണ ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത കുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ലാലയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലാലയെ പോലെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് അതൊരിക്കലും നടക്കാത്തൊരു വലിയ കാര്യം തന്നെയാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അവരവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. എന്തൊരു അത്ഭുതമാണല്ലേ. എന്തായാലും ഇത്രയും വലിയ ദുഃഖം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാണ് ലാല കൊമ്പങ്കാട്ട് കോയായി എല്ലാവരും ചിരിപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ആരാധകർക്കെല്ലാം ഇതൊരു പുതിയ വാർത്തയായിരുന്നു. ഇത്രയും വലിയ ദുഃഖം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാണ് ലാൽ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചതെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ബാക്കി കേട്ടോക്കാം. അത് വാങ്ങിക്കൊടുക്കാനുള്ള ഇപ്പോൾ ഓള് വിചാരിച്ച എന്തെങ്കിലും സാധനമൊക്കെയാണെങ്കിൽ എനിക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്, സത്യം പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഞാൻ ഈ ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയ മോള് പിന്നെ പ്രശ്നമൊന്നുമില്ല, അവള് സ്കൂളിൽ പോകുന്നുണ്ട്, കാര്യങ്ങളാണ്, അയാൾ ഹാപ്പിയാണ്, നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവള് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവളെ കാര്യം മാത്രം അറിയിച്ചിട്ട് എനിക്കൊരു സങ്കടമുള്ളൂ. പക്ഷെ എന്നാലും
ഹാപ്പിയാണ്. അത് കലാകാരന്മാർക്ക് പറ്റുന്ന അല്ലെ, എത്ര വിഷമമുണ്ടെങ്കിൽ ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പണ്ട് പല ആർട്ടിസ്റ്റിനെയും കണ്ടിട്ടുണ്ട്, അവരുടെ അമ്മ മരിച്ചു എന്ന് അറിയുന്ന സമയത്ത് പോലും ക്യാമറയ്ക്ക് മുമ്പിൽ ചിരിച്ച് അഭിനയിച്ച ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് ഞാൻ കഥകൾ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് കലാകാരന്മാർക്ക് മാത്രമേ പറ്റൂ. അതൊരു അങ്ങനെ ആവാം. ആർത്ത് നല്ല ഇതിൽ ആർത്ത് ചിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചെറിയൊരു സാധനം ഇവിടെ വന്ന് കൊളത്തും ഇതാവള് അതാ. ആ ഒരു ക്വാളിറ്റി വലിക്കൽ ജീവിതകാലം മുഴുവനും നമ്മൾ പിന്തുടരുമെന്നുള്ളതാണ്. എവിടേക്ക് പോയാലും എത്രയൊക്കെ ആഘോഷിച്ചാലും ഉള്ളിനുള്ളിൽ ആ വിഷമം എപ്പോഴും ഉണ്ടാകും. ആ ഒരു ഓർമ്മ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരിക്കലും പൂർണ്ണമായി സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ഇതിൽ ആലയുടെ മാത്രം അനുഭവമോ അവസ്ഥയോ അല്ല. ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള മുതിർന്നവരോ കുട്ടികളോ വീട്ടിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചിലർ ജനിച്ചപ്പോൾ തൊട്ടേ വയ്യാത്ത കുഞ്ഞിന്റെ രൂപത്തിലാകും. ചിലർ ഒരുപാട് കാലം ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിച്ച് പെട്ടെന്ന് ശരീരം തളർന്ന് അസുഖം ബാധിച്ച് കിടപ്പിലാകുന്നവരുടെ രൂപത്തിലാകും. അത് നമ്മുടെ കുഞ്ഞ് തന്നെ ആവണമെന്നില്ല. നമ്മുടെ അമ്മയോ അച്ഛനോ സഹോദരനോ സഹോദരിയോ ആരുമാകാം. ഇങ്ങനെ വയ്യായികയുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരിക്കും. ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ, കുറച്ചു കാലം കഴിഞ്ഞാണെങ്കിൽ ഒരു പരിധി വരെ ആ ദുഃഖം നമ്മൾ വിട്ടുപോകും. എന്നാൽ അതേസമയം നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ കൺമുന്നിൽ ഒന്നിനും വയ്യാതെ തളർന്നു കിടക്കുന്നത് കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ നിരന്തരമായി ആണി അടിക്കുന്നത് പോലെയാണ്. ഓരോ അടിയും നമുക്ക് വേദനിക്കും. നിത്യവും ആ വേദന നമ്മുടെ കൂടെ ഉണ്ടാകും. ലാലാ മലപ്പുറത്തിന്റെ വേദനയുടെ ആഴം നമുക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. പക്ഷെ എന്നാലും എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ, കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പോട്ടെ. പക്ഷെ മിടുക്കി കൊച്ചാ, ഞാൻ നേരത്തെ കണ്ടില്ല, നല്ല സുന്ദരി മിടുക്കി കൊച്ചാണ്. ആൻഡ് ഓൾറെഡി കുറെ ആൾക്കാർ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കല്ലേ. ഞാൻ വേണ്ട, അങ്ങനെ അവിടെ നിന്നോട്ടെ എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്. വളരെ നല്ലൊരു തീരുമാനമാണ്. ആ കുഞ്ഞിനെ വീഡിയോയിൽ കാണിക്കാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു കുഞ്ഞാണ്. ചിലപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അവളും ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. തന്റെ അസുഖം ലോകം മുഴുവനും കാണുന്നത് അവൾക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. പിന്നെ നിങ്ങൾ അവളെ വീഡിയോയിലൊക്കെ കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ തുടക്കത്തിലൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുമായിരിക്കും. എന്നാൽ വയ്യാത്ത മാളെ കാണിച്ച് സാധാരണ സാധനങ്ങൾ സൃഷ്ടിച്ച് റീച്ച് കൂട്ടുകയാണ് എന്ന് ആദ്യം സപ്പോർട്ട് ചെയ്തവർ തന്നെ പിന്നീട് മാറ്റി പറയും. അങ്ങനെയാണ് നമ്മുടെ ലോകം. എന്തിനാ വെറുതെ അതിനിടയിലേക്ക് ആ മോളെ വെറുതെ വലിച്ചിരിക്കുന്നത്? മോളെ വീഡിയോയിലൊന്നും കാണിക്കാതിരുന്നത് നിങ്ങളെടുത്ത വളരെ മികച്ചൊരു തീരുമാനമാണെന്ന് ഞാൻ പറയും. ബാക്കി നോക്കാം. എൻ്റെ വൈഫൊക്കെ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറയാം, ഞാൻ ഇന്റർവ്യൂവിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും കടപ്പെടുന്ന ഒരാളാണ്. കാരണം നമുക്കൊക്കെ വരുന്ന ഒരു ടൈമിൽ നോക്കിയാൽ മതി. ഇവർ ഫുൾ ടൈമല്ലേ, അപ്പോൾ ഓലൊക്കെ നമ്മൾ എങ്ങനെ നോക്കണം? അത്രയും അത് ഫുൾ ടൈം. അതായത് കുട്ടിക്ക് ഓർക്കൊന്ന് ഒരു ഭക്ഷണമാണെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് ബാത്റൂം പോകണമെന്ന് അറിയില്ല. എനിക്ക് വെള്ളം ഒരു ദാഹമുള്ള നേരത്ത് വെള്ളമാണെന്ന് വരെ പറയാൻ അറിയാത്തൊരു കുട്ടീനെ ഫുൾ ടൈം കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ വൈഫിനൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്രയും പുണ്യം ചെയ്യണം നമ്മളൊക്കെ അല്ലേ? അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനത്തെ കുട്ടീനെ കൊടുക്കുള്ളൂ. സത്യം പറയാം. കാരണം ഒരു ഏതെങ്കിലും ഒരു തെമ്മാടിൻ്റെ കയ്യിൽ പടച്ചോ ഇങ്ങനത്തെ കുട്ടികളെ കൊടുക്കില്ല. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ശരീരം തളർന്നു കിടക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ എല്ലാ തരത്തിലും ബാധിക്കും. പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീകളായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. സ്വന്തം മകളാണ് വയ്യാതെ കിടക്കുന്നതെങ്കിൽ അവിടെ ആ കുഞ്ഞിന്റെ ഉമ്മ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. മകളുടെ ഓരോ കാര്യങ്ങളും ആ ഉമ്മക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ലാല പറഞ്ഞതുപോലെ തന്നെ ഒരു കല്യാണത്തിനോ വിനോദയാത്രക്കോ ഒന്നും പോകാൻ കഴിയില്ല. എന്തിനു പറയുന്നു, മനസമാധാനത്തോടൊന്നും പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. വലിയ രീതിയിൽ ജീവിതം ലിമിറ്റ് ചെയ്യപ്പെടും. രോഗിയെ പോലെ തന്നെ രോഗിയുടെ ചുറ്റുമുള്ള ആളുകളുടെയും ജീവിതം ലിമിറ്റ് ചെയ്യപ്പെടും. ലാല പറഞ്ഞതുപോലെ തന്നെ ഒരു ശരാശരി മലയാളി കുടുംബത്തിൽ ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? ആ ജീവിതവുമായി പൊരുത്തപ്പെടുക എന്നല്ലാതെ വേറൊരു യാതൊരു വഴിയും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മരണം വരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ടോപ്പിക്കുമായി കാണാം.